നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓ മഹാദേവ്യേ നമഃ. ഇപ്പോൾ മഹാവിഷ്ണു ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ വരം കിട്ടിയതുകൊണ്ടാണ് മധുകൈടഭന്മാർ യാതൊരു ക്ഷീണവുമില്ലാതെ യുദ്ധം തുടരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വിഷ്ണു ഭഗവാനാണെങ്കിൽ വളരെയധികം ക്ഷീണിച്ചു. അസുരന്മാരൊട്ട് ക്ഷീണിച്ചുമില്ല. അപ്പോൾ വിഷ്ണു ഇപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള ക്ഷമത ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്, മധുകൈടഭന്മാരെ കൊല്ലാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്ലോകം 47. മരണം വരദാനം തേ തതോ ജ്ഞാതം മഹാത്ഭുതം ജ്ഞാത്വാഹം ശരണം പ്രാപ്തം സ്വാമാദ്യ ശരണപ്രദാം. ഇച്ഛിക്കുമ്പോഴേ മരണം സംഭവിക്കൂ എന്ന അത്ഭുതകരമായ വരമാണ് അവിടുന്ന് നൽകിയിരിക്കുന്നതെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അതറിഞ്ഞിട്ട് ശരണപ്രദയായ അവിടുത്തെ ഞാനിപ്പോൾ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. ശ്ലോകം 48. സാഹായ്യം കുരുമേ മാതഃ ഖിന്നോഹം യുദ്ധകർമ്മണ ദൃപ്തൗ തൗ വരദാനേന തവ ദേവാർത്തിനാശനേ. അമ്മേ, യുദ്ധം ചെയ്ത് ദുഃഖിതനായി തീർന്ന എനിക്ക് സഹായം ചെയ്യണേ. ദേവന്മാരുടെ സങ്കടം പോക്കുന്നവളെ, അവിടുത്തെ വരത്താൽ അഹങ്കരിച്ചിരിക്കുകയാണ് ഈ രണ്ട് അസുരന്മാരും. ശ്ലോകം 49. ഹന്തും മാമുദ്യതൗ പാപൗ കിം കരോതി ക്വ യാമി ച ഇത്യുക്ത സാ തദാ ദേവി സ്മിതപൂർവമുവാചഃ. ഈ രണ്ട് പാപികളും കൂടി എന്നെ കൊല്ലാൻ തുടങ്ങുകയാണ്. ഞാൻ എന്തു ചെയ്യും? എവിടെ പോകും? വിഷ്ണുവിൻ്റെ ഈ വാക്ക് കേട്ട ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്ലോകം 50. പ്രണമന്തം ജഗന്നാഥം വാസുദേവം സനാതനം ദേവദേവ ഹരേ വിഷ്ണു കുരുയുദ്ധം പുനഃസ്വയം. പ്രണമിച്ചുകൊണ്ട് നിൽക്കുന്ന ജഗന്നാഥനും സനാതനനുമായ വാസുദേവനോട് ദേവി അരുളി ചെയ്തു, ദേവദേവ ഹരേ വിഷ്ണു, അങ്ങ് അവരോട് യുദ്ധം ചെയ്താലും. ശ്ലോകം 51. പഞ്ചയിത്വാതിമൗ ശൂര ഹന്തവ്യൗ ച വിമോഹിതൗ മോഹയിഷ്യാമ്യഹം നൂനം ദാനവൗ വക്രയാദൃശ. ശൂരന്മാരായ ഈ രണ്ടുപേരെയും വഞ്ചന ചെയ്ത് മോഹിപ്പിച്ചാലേ അവരെ കൊല്ലാൻ കഴിയൂ. എൻ്റെ കടക്കണ്ണുകൊണ്ട് ഈ രണ്ട് അസുരന്മാരെയും ഞാൻ തീർച്ചയായും മോഹിപ്പിച്ചു കൊള്ളാം. ലോകാ സമസ്ത